വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒന്ന് ചെറിയൊരു പുൾ ബാക്ക് എടുത്തിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇന്നലത്തെ ക്യാൻഡില് വളരെ സ്ട്രോങ് ആയിട്ട് ആ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പുൾ ബാക്ക് എടുത്ത ക്യാൻഡിലിന് ഫോളോ ആയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് വീണ്ടും ഇന്നലത്തെ ക്യാൻഡിലിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ അത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. മാത്രമല്ല റെസിസ്റ്റൻസ് ഏരിയയിലുള്ള ഒരു ക്യാൻഡിലിന്റെ ഹൈയിനെയും മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് USDയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസുകൾ വരുന്ന ദിവസമാണ്. ഇന്ത്യ സമയം 7 മണിക്ക് ആണ് ന്യൂസുകൾ വരുന്നത്. കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്നുണ്ട്. റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്ന് USDയിൽ വരുന്നത്. അതിൽ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസാണ്. എനിവേ നമുക്ക് മൂന്നിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി പ്രീവിയസ് 0.2% ആയിരുന്നു. ഫോർകാസ്റ്റ് 0.5% ആണ്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ, അതായത് പ്രീവിയസ് 0.7%, ഫോർകാസ്റ്റ് 0.6% ആണ്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇനി അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് നോക്കാം. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട ക്ലെയിമുകളെ കുറിച്ച് പറയുന്നതാണ്. ലാസ്റ്റ് പ്രീവിയസ് എന്ന് പറയുന്നത് 201K ആയിരുന്നു. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞത് 210K ആണ്. അത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാളും ചെറിയൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവും, ഗോൾഡ് വീക്ക് ആവും എന്നാണ് പറയപ്പെടുന്നത്. എനിവേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് 201 ആണ്. അതിനേക്കാളും താഴൊരു ഫിഗർ കിട്ടുകയാണെങ്കിലാണ് നന്നായി കറൻസിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക. 7 മണി എന്ന് പറയുന്നത് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് വലിയ രീതിയിൽ മൂവ്മെന്റ് ഒരുപക്ഷെ ഉണ്ടായിരിക്കും. അത് എക്സ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരുപക്ഷെ രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് തന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് പോവാനോ അല്ലെങ്കിൽ ഒരു വാഷ് ഔട്ട് ആവാനോ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതും ഓർമ്മയിലിരിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഫോർവേഡിന്റെ ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു പുൾ ബാക്ക് ക്യാൻഡിൽ കാണാം. ആ പുൾ ബാക്ക് ക്യാൻഡിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. എനിവേ നമുക്ക് എവിടം വരെ പോകും എന്നുള്ളതൊക്കെ നോക്കാം. ഇപ്പോ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഇംബാലൻസ് ഏരിയയിലാണ് 4 ഹവറിന്റെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടിയാണ്. കാരണം അതൊരു സപ്ലൈ ഏരിയ ആണ്. ആ സപ്ലൈ ഏരിയയിലേക്ക് പ്ലസ് ഇംബാലൻസിലേക്കും കൂടിയാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ ഒരു നല്ല റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അത് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. ഇനി താഴോട്ടേക്ക് വരുമ്പോൾ, ഫോർവേഡിൽ താഴോട്ടേക്ക് വരുമ്പോൾ സമയത്ത് ഇതൊരു നല്ല സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചു നേരം മാർക്കറ്റ് ഒന്ന് ഒരു കൺസോൾട്ടേഷൻ ഒക്കെ നടത്തി ഒരു ബ്രേക്ക്ഔട്ട് തന്നിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് 4 ഹവറിൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. 1 ഹവറിലും ആ ഒരു ഇംബാലൻസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് അവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 1 ഹവറിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ഇംബാലൻസ് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇംബാലൻസിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാത്രമല്ല നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് റീടെസ്റ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീടെസ്റ്റ് വന്ന ഏരിയ ആണ്. അപ്പൊ അതിനെ ഒരു സപ്പോർട്ട് ഏരിയ, 1 ഹവറിന്റെ സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനിയിപ്പോ നമുക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ 4 ഹവറിൽ വരച്ചു വെച്ചതാണ്. അപ്പൊ ആ റെസിസ്റ്റൻസ് ഏരിയയും കൂടി നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം.
50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് എൻട്രി സാധ്യതകൾ ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്ന ഒരു ഇത് നോക്കിയാൽ കാണാം, അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും പെട്ടെന്ന് നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റില്ല. കാരണം 50 മിനിറ്റ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുക്കണമെങ്കിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇംബാലൻസോട് കൂടിയോ അല്ലെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് ക്യാനലോട് കൂടിയോ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ താഴെ നിൽക്കുന്ന സമയത്ത്, അതായത് താഴെ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് കയറി റീടെസ്റ്റ് വരുന്ന സമയത്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ അതൊരു പക്ഷെ വിട്ട് കളയുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറി പോവുക എന്ന് പറയുന്നത് ഇതിന്റെ ലെവലിൽ നിന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എവിടെയെങ്കിലുമൊക്കെ കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇവിടെ നിന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങുന്നതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടേക്കായിരിക്കാം, ഈ ഒരു ഏരിയയിലേക്കായിരിക്കാം. ഈ ഏരിയയിൽ നിന്ന് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഈ ഏരിയയുടെ പ്രത്യേകത 1 അവറിന്റെ ഇംബാലൻസ് ആണ്, കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ല ഇതിനെയും ബ്രേക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ്, അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയനെയും ബ്രേക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ലോ വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം, പക്ഷെ അവിടേക്ക് എത്തുമെന്നുള്ള കാര്യം സംശയമാണ്. എനിവേ അതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് തന്നെ കാണണം. ഇനി ഇതാണ് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതായത് ഈ ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്കോ ഇറങ്ങുന്ന സമയത്ത്, എക്സ്പെഷ്യലി ഇതിന്റെ ലോ എടുത്തിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം. അപ്പോൾ ഇത്രയാണ് ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. 2 ഏരിയയിൽ നിന്നാണെങ്കിലും ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും ടാർഗറ്റ് വരുന്നത്. ഇതിന്റെ മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ ഡേ ക്യാൻഡിൽ തന്നെയാണെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്നിട്ട് നല്ലൊരു രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഏറെക്കുറെ മുകളിലോട്ട് പോയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലേക്ക് വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ഇനിയിപ്പോ നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിലിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷിലാണ് പോകുന്നത്. നോക്കിയാൽ കാണാം, ഇന്നലെയൊക്കെ വളരെ ഡീപ്പായിട്ടൊരു പുൾ ബാക്ക് എടുത്ത് ഒരു ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് കയറിപ്പോയി. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കയറിപ്പോയി ഇന്ന് അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് മറ്റൊരു ഇംബാലൻസ് ഏരിയയിലേക്കാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് ഇന്നിപ്പോൾ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അത് എവിടം വരെ എത്തും എന്ന് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോയിട്ട് നോക്കാം. അതിന് മുന്നേ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇത് മൂന്നുമാണ് ഇന്നിപ്പോൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഫറവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംബാലൻസിനെയാണ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫറവറിലും ആ ഒരു ഇംബാലൻസ് വളരെ കൃത്യമായി തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്നൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വീക്ക്നെസ് നോക്കിയാൽ കാണാം. എനിവേ അത് എവിടം വരെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എനിവേ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ മുകളിലൊരു ഇംബാലൻസ് ഉണ്ട്. ഇനി 4 അവറിന്റെ മറ്റൊരു ഇംബാലൻസും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷെ ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടം വരെ വരും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞത് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് കിട്ടിയ ലൈനാണ്. ഇതും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ചേഞ്ച് കിട്ടിയ ലൈനാണ്. രണ്ടും ഇന്റേണലി സ്ട്രക്ചറൽ ചേഞ്ച് കിട്ടിയ ലൈനാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഇംബാലൻസിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയയിൽ നിന്നോ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഏരിയനെ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇതിനൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഇംബാലൻസുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. മുകളിലൊരു സപ്ലൈ നടന്ന ഒരു ഏരിയയും കൂടിയാണ്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് വളരെ സഡൻലി ഒരു മൂവ്മെന്റ് നടന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് നടന്നിട്ടുണ്ട്.
എനിവേ ഇതെല്ലാം ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ്. 1 അവറിൻ്റെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഇന്റേണൽ സ്ട്രക്ചർ ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് മാർക്കറ്റ് ഒന്ന് താഴെ വന്ന് ഈ ഒരു ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ നല്ലൊരു സപ്പോർട്ട് ആണെങ്കിൽ ഒരുപക്ഷെ മുകളിലോട്ട് പോവാം. എന്നിരുന്നാലും നമുക്കത് മുകളിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സിങ് ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ലൊരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യണം. അല്ലാത്തതിൽ എടുക്കരുത്. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഏറെക്കുറെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിലേക്ക് വരാം, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഈ ഒരു ഏരിയയിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ ടാർഗറ്റ് ഈ ഒരു ഏരിയ വരെ വയ്ക്കാം. ഇവിടെ നിന്ന് മാത്രമല്ല, ഇവിടെ നിന്നും ഇതേപോലെ തന്നെ പ്ലേസ് ചെയ്യാവുന്നതാണ്. പക്ഷെ കൺഫർമേഷൻ കിട്ടണം, അതെ ഒരു ട്രേഡ് എടുക്കരുത്. പ്രത്യേകിച്ചും വരുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ ഇംബാലൻസിൽ നിന്നാണ്. അപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഒരു സഡൻ വീഴ്ച ഇതിന് താഴെയൊക്കെയാണ് വീഴുന്നതെങ്കിൽ, അതായത് എക്സ്പെഷ്യലി ഈ ഒരു 1 അവറിന്റെ ഇതിലൊക്കെയാണ് വീഴുന്നതെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു സെല്ലിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനും താഴെ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം 50 മിനിറ്റ്സിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഇംബാലൻസ് കിടക്കുന്നുണ്ട്. അവിടേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എക്സ്പെഷ്യലി മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ അത്രയും സ്ട്രോങ് ആയ ഏരിയയിൽ നിന്നായതുകൊണ്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട കുറേ ഏരിയാസ് ഉണ്ട്. ആ ഒരു ഏരിയാസിലൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി ഒരെണ്ണം ഒരുപക്ഷെ ഇവിടെ കാണാം. പക്ഷെ അത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതൊരു കുത്തനെയുള്ള ഒരു ട്രെൻഡ് ലൈനാണ്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയുടെ താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ അതൊന്ന് ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിനെ കുറിച്ചുള്ള അനാലിസിസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.